ഹലോ ഗൈസ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുന്ന വീഡിയോസിലെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല, ഒരു ലൂമ എഫക്റ്റ് കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. ഫെയ്ഡ് ഇൻ ഫെയ്ഡ് ഔട്ടിന് പകരം ഞാനിപ്പോൾ ആ ഒരു ലൂമ എഫക്റ്റാണ് യൂസ് ചെയ്യാറുള്ളത്. സോ അതെങ്ങനെ ചെയ്യാം എന്നുള്ളത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബേസിക്കലി ഞാനത് ആഫ്റ്റർ എഫക്ട്സിലാണ് ചെയ്യാറ് കമ്പ്യൂട്ടറിൽ. പക്ഷേ നമുക്കത് ആൻഡ്രോയിഡിലും ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഫിനുമ എന്ന് പറഞ്ഞ ആപ്പിൽ ആ ഒരു എഫക്റ്റ്, ലൂമ എന്ന് പറഞ്ഞിട്ടൊരു എഫക്റ്റ് തന്നെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. സോ അത് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് നോക്കാം. വളരെ സിമ്പിളാണ്, ജസ്റ്റ് 2 കീ ഫ്രെയിംസ് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. സോ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് നോക്കാം. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കാം. എന്തായാലും നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ആദ്യം നിങ്ങൾ ഫിനുമ എന്ന് പറഞ്ഞ ആപ്പ് ഓപ്പൺ ചെയ്യുക. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് വീഡിയോ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏതെങ്കിലും ജസ്റ്റ് ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ട റേഷ്യോ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ 4:5 ആണ് സെലക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ആ ഒരു ഫോട്ടോ വേണ്ട, ജസ്റ്റ് ഒന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുക. ഇതിലാണ് നമ്മൾ ഈ ഒരു എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഇനി ഇതിലോട്ടാണ് നമ്മൾ ഇമേജസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇമേജസ് എല്ലാം വീഡിയോസ് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ഇമേജസ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ ജസ്റ്റ് ഇമേജസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ ടോം ഹോളൻഡിൻ്റെ 2-3 പിക്സാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അതിനുശേഷം ഇതിൻ്റെ കറക്റ്റ് സെൻട്രലായിട്ട് വന്നതിന് ശേഷം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഇതിൻ്റെയും ഈ ഒരു ഇമേജിൻ്റെയും സെൻറ്ററിൽ വന്നതിന് ശേഷം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഒരു ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഈ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ ഫൈൻ. ഇപ്പോൾ ഞാനിവിടെ 3 ഇമേജസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ഇമേജസിൽ നമ്മളൊന്നും ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് ആ ഒരു ലെയറിൽ നമ്മളൊന്നും ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. സെക്കൻഡ് ലെയർ സെലക്ട് ചെയ്യുക. അതിനുശേഷം കീ ഫ്രെയിം സെലക്ട് ചെയ്യുക, ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ലൂമ എന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് ലൂമ എഫക്റ്റ് കാണാൻ പറ്റും. ആഡ് ചെയ്ത് കൊടുക്കുക. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. സെൻട്രലായിട്ട് വേറൊരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സ്റ്റാർട്ടിങ്ങിലെ കീ ഫ്രെയിമിലോട്ട് വന്നിട്ട് അത് 100 ആക്കി കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇവിടെ തന്നെ വന്നിട്ട് ഇതിൻ്റെ ഒരു ഫ്രെയിം ഒന്ന് മാറ്റി കൊടുക്കുക. ഒരു ഫ്രെയിം ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കുക. ഓക്കെ, സോ കറക്റ്റായിട്ട് നമുക്ക് ആ ലൂമ വന്നതായിട്ട് കാണാൻ പറ്റും. ഇനി നമ്മൾ 3rd ലെയർ സെലക്ട് ചെയ്യുക. ഇതേ രീതിയിൽ തന്നെ ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുക, ലൂമ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ ഫ്രെയിം, സെൻട്രലായിട്ട് വേറൊരു കീ ഫ്രെയിം, ദെൻ സ്റ്റാർട്ടിങ്ങിൽ കീ ഫ്രെയിമിൽ വരിക, 100 ആക്കി കൊടുക്കുക. അതിനുശേഷം ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു കാണാൻ പറ്റും, ഒരു ഫ്രെയിം മാത്രം ഒരു ഫുള്ളായിട്ട് നിൽക്കുന്നത് കാണാൻ പറ്റും. സോ അതിനായിട്ട് ജസ്റ്റ് നമ്മുടെ ആ ലെയറിൻ്റെ ഒരു ഫ്രെയിം ഒന്ന് ഡിലീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അതായത് ഒന്ന് ക്രോപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് അവിടെയും റെഡി ആയിട്ട് വരും. കണ്ടോ, ഇതേ രീതിയിലാണ് നമ്മൾ ലൂമാക്കിയിൽ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ചോയ്സാണ് എത്ര ഡ്യൂറേഷൻ വേണമെന്നുള്ളതൊക്കെ. ഞാൻ ജസ്റ്റ് ആ ഒരു ലൂമ എഫക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത് മാത്രമേ കാണിച്ചു തന്നിട്ടുള്ളൂ. സോ ഇതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു ഗ്രൂപ്പ്. നമ്മൾ ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, സേവ് ടു പ്രൈവറ്റ് പ്രൊജക്ട്സ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സേവ് ടു ഗാലറി ക്ലിക്ക് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ലൂമാക്കി യൂസ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ലൂമാക്കി വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സോ ട്രൈ ചെയ്ത് നോക്കുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. വി ക്യാൻ സീ നെക്സ്റ്റ് ടൈം. ബൈ.